നീ ധൈര്യമായിട്ടിരി കൊച്ചേ, നമുക്ക് തകർക്കാം. എനിക്ക് പൈസ ഒക്കെ തരാന്ന് പറഞ്ഞവര്, സാലറി ഒക്കെ ഉണ്ട്. അടിപൊളിയാടേ. എടി അതോർത്ത് സന്തോഷിക്കുക വേണ്ടത്, അല്ലാതെ ഈ ചില പെണ്ണുങ്ങളെ പോലെ കുശുമ്പൊന്നും വേണ്ട. ഇതെല്ലാം മടക്കി ഷെൽഫ് കൊണ്ടുവെക്ക്. ഞാൻ ആലോചിക്കാം. ഇതെല്ലാം മടക്കി ഷെൽഫ് കൊണ്ടുവെക്കെ. ഓ അത് ശരി, ഞാൻ ആലോചിക്കാന്നല്ലേ പറഞ്ഞത്. നീ ആലോചിക്ക്, ഞാനും സഹായിക്കാം മക്കളെ. നീ ആലോചന കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ. ആലോചിച്ചാൽ മാത്രം പോരാ, സമ്മതിക്കണം. സമ്മതിച്ചില്ലേ നമ്മൾ സമ്മതിപ്പിക്കും. അല്ലെങ്കിൽ അച്ഛനും ഞാനും കൂടി പോവും. നമ്മൾ ഉറപ്പിച്ച കാര്യമല്ലയോ? സമ്മതിച്ചാൽ അവർക്കും കൊള്ളാം. നാളെ റോഡിലിറങ്ങി നിൽക്കുമ്പോൾ ഒരു വലിയ നടിയുടെ അമ്മയെന്നും പറഞ്ഞ് അഭിമാനിക്കാം. അതെ, ആർക്ക് അഭിമാനിക്കാം? ആ കൊച്ചിന്റെ അമ്മയുണ്ടെങ്കിൽ അമ്മ, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, അച്ഛമ്മയുണ്ടെങ്കിൽ അച്ഛമ്മ, സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ, ആർക്കും അഭിമാനിക്കാം. ഷെൽഫ് കൊണ്ടുവെക്ക്. ഇതൊക്കെ അഭിനയത്തിന്റെ ഒരു പാഠമായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഒരു സീൻ കിട്ടിയാൽ നീ ഇങ്ങനെ അഭിനയിച്ച് പഠിക്കണ്ടേ? നല്ല കാര്യമാണ്. അത് പഠനമാടി, പഠനം അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. നിന്റെ പുസ്തകത്തിലുള്ളതൊന്നും അല്ലല്ലോ ഇത് അഭിനയിക്കാൻ പഠിപ്പിക്കില്ലേ? അത് കറക്റ്റായിട്ട് അങ്ങനെ ഉൾക്കൊണ്ടാൽ മതി. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. അമ്മ എന്തിനാ ഇങ്ങനെ തുറപ്പിച്ച് നോക്കി പേടിപ്പിക്കണേ? ദേഷ്യം എക്സ്പ്രഷൻ കറക്റ്റ് നിന്നെ പഠിപ്പിച്ചു തരിക, എങ്ങനെ ദേഷ്യത്തോടെ നോക്കണം. പഠിച്ചില്ലേ? ആ ചിരി പെട്ടെന്ന് മുഖം മാറിയുണ്ടോ? ഈ എക്സ്പ്രഷൻസ് ഒക്കെ പെട്ടെന്ന് മാറണം. ആക്രമണം, അതാണ് പഠിപ്പിച്ചത്. എന്റെ കുഞ്ഞെ കുറെ വർഷമായി. അപ്പൊ തകർക്കുക, ഞാൻ കൂടെ വരും. ഇനി പോയി പതുക്കെ പോയി അമ്മയെ തണുപ്പിച്ച് കാര്യം സഹായിച്ചെടുത്തു. അത് നിന്റെ മിടുക്ക് പോലിരിക്കും. ഇനി ഞാൻ പുറകിലുണ്ട്, നീ പൊക്കോ. കൈ മുറിഞ്ഞു. അച്ഛൻ വരാ. ആ വളയേ ഒറിജിനൽ സ്വർണ്ണമാണെന്ന് തോന്നുന്നു, കയ്യെ കൊണ്ടേ പരുവക്കേടായി. വേറെ ജോലിയൊന്നുമില്ല, സിനിമയിൽ അഭിനയിക്കാം. നീ എന്താ പുറത്തോണ്ട് വരുന്ന? എന്റെ കുറ്റം പറഞ്ഞോണ്ടായിരിക്കും. ഞാൻ അമ്മയുടെ കുറ്റം അങ്ങനെ പറയൂ അമ്മേ? എന്നാ എനിക്ക് തോന്നിയായിരിക്കും അല്ലേ? തോന്നിയതൊന്നല്ല, ഞാൻ അമ്മയുടെ മകൻ്റെതും കൊച്ചുമോളെ കാര്യം പറഞ്ഞതാ. ഇന്നൊന്ന് പറ്റിയേ. എന്റെ കൊച്ചുമോന്റെ കാര്യം എന്നാ പറയാനിരിക്കുന്ന? കൊച്ചുമോക്കടെ കാര്യം. അയ്യോ, അമ്മ അതറിഞ്ഞിട്ടില്ല. എന്തുപടി? അമ്മയുടെ കൊച്ചുമോളുണ്ടല്ലോ, സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ആരാ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിക്ക്. നിങ്ങളുടെ മകൻ. ആ, എന്റെ സരിതയുടെ മോളും സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ആണോ? ആ, ഹിന്ദി സിനിമയിലേക്ക് വിളി വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പോവാഞ്ഞത്? അവക്കടെ കൂടെ എനിക്കും പോണം സിനിമയില് അഭിനയിക്കുമ്പോ കൂട്ടിനെ. അതേതായാലും നന്നായി അമ്മേ, കാരണം നമുക്ക് ഹിന്ദി മനസ്സിലാവൂലല്ലോ. അതിന് ഞാൻ അവളെ കുറെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. തുമാരാന ക്യാഹെ മേരാനം തുമാരനെ ഇതറാവോ ദേഖോ, ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ഞാനും പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. കലം, കമൽ, കുർസി, അങ്ങനെ അത് ഞാനും പഠിച്ചിട്ടുണ്ടമ്മേ. നീ ഈ കലം പഠിച്ചിട്ടാ നീ അകത്തെ കലത്തിൽ തന്നെ ആയിപ്പോയത്. ആ, ഇത് അകത്തെ ചോറ് വെക്കുന്ന വലിയ കലയല്ല. പെന്നിങ്ങനെ എഴുതുന്ന പെന്നാ ഞാൻ പറഞ്ഞേ. ഇത്രയും പോന്ന പേനയ്ക്ക് കലം. ഇവളെന്ത് മണ്ടിയാ ഇവള്? എനിക്കൊരു വിവരമില്ല, വെറുതെ അല്ല തലയ്ക്കകത്തൊന്നുമില്ലാത്ത. അവിടെ ചെന്നിട്ട് വേണം എൻ്റെ മോള് കലം പേന അവരോട് കലം, എന്നിട്ട് വേണം എന്നെ പറഞ്ഞു വിടാനായിട്ട് ആ കൊച്ചിനെ. അടി നീ ഇങ്ങനെയൊക്കെ തുടങ്ങല്ലേ. ഹിന്ദിയില് പേനക്ക് കലം തന്നെയാ പറയാ. അതെല്ലാം ചെറിയ പിള്ളേർക്ക് പറയും, അല്ലാണ്ട് ഞാൻ ഹിന്ദി കുറെ പഠിച്ചിട്ടൊന്നല്ല. എന്തെല്ലാം ഹിന്ദി ഞാൻ പഠിപ്പിച്ചോട്ടുണ്ട്. തുമാരാ balkana babu ne मारी अंगु बेले हावे तारे इजमाल को जय कीड़ा गिरे मर गया क्योंकि चौकट ने कुदा नहीं धक्का പഠിപ്പിച്ചിട്ടുണ്ട്. क्योंकि चौकट कुदा ही नहीं कुदा मारियो और ഫാൻ ഓഫ് ചെയ്യാണ്ട് വന്നത്? ഞാൻ കണ്ടതല്ലേ, കള്ളം പറഞ്ഞടാ. എടാ, ആവശ്യം കഴിഞ്ഞ ഫാൻ ഓഫ് ചെയ്യണം, മനസ്സിലായോ? നിങ്ങൾ തന്നെ കട്ടി ചോക്കളെ പോട്ടെ. കരണ്ട എൻ്റെ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടല്ലേ വരലുണ്ട്. ചെല്ല എൻ്റെ മക്കൾ പോയി കളിച്ചോ കേട്ടോ. കൊച്ചിൻ്റെ ചെവി പഠിച്ചു കളഞ്ഞു. വീടാതെ പോ മോനെ.